തുടക്കം എന്നതിനെക്കുറിച്ചുള്ള ഒരു ലേഖനഭാഗം വായിക്കാം. തുടങ്ങുമ്പോൾ ഈ ഘടകങ്ങളോടെ ആരംഭിക്കുക എന്നൊരു ഉപദേശമുണ്ട്. ഒന്നാമത്, തയ്യാറെടുപ്പ് സമഗ്രമാണോ? ഒരു പുതുവർഷമോ പുതിയ ദിവസമോ സുവിശേഷ വേലയോ വിദ്യാർത്ഥി എന്ന നിലയിൽ പഠനമോ വ്യവസായി എന്ന നിലയിൽ വ്യാപാരമോ എന്തുതന്നെ ആരംഭിക്കുകയാണെങ്കിലും ആ തുടക്കത്തിനായി നിങ്ങൾ സമഗ്രമായി ഒരുങ്ങിയിട്ടുണ്ടോ? രണ്ടാമതായി, ഇത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ടോ? സന്തോഷത്തിന്റെ ഒരു ഘടകം കൂടി നാം കണ്ടെത്തണം. സുവിശേഷത്തെക്കുറിച്ച് ഇത് വളരെ കഠിനമാണ്, അല്ലെങ്കിൽ എനിക്കിത് കഴിയില്ല എന്ന് പറയുന്നതിന് പകരം നിർബന്ധത്താൽ അല്ലാതെ മനസ്സോടെ ചെയ്യുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു എന്ന് നാം ഓർക്കണം. അതിനാൽ നാം സന്തോഷവും ആനന്ദവുമുള്ള ഹൃദയത്തോടെ സുവിശേഷ വേല ചെയ്യണം. മൂന്നാമത്, മറ്റുള്ളവർക്ക് ഇത് സഹായകമാണോ? നാലാമത്, ജയപരാജയങ്ങൾക്കപ്പുറം ഇത് അർത്ഥവത്താണോ? ഒരു കാര്യം ആരംഭിക്കുമ്പോൾ ഈ 4 ഘടകങ്ങളും ഉണ്ടായിരിക്കണമെന്ന് പറയപ്പെടുന്നു. എന്നാൽ നമ്മുടെ സുവിശേഷത്തിൽ ഈ 4 ഘടകങ്ങളും അടങ്ങിയിട്ടില്ലേ? ശരിയല്ലേ? അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും അർത്ഥവത്താണോ? നമ്മുടെ സുവിശേഷം ഒരു പരാജയവുമില്ലാതെ അർത്ഥവത്തായിരിക്കണം. അടുത്തതായി, ഇത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാണോ? നരകത്തിലേക്ക് പോകേണ്ട ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതിനാൽ ഇത് മറ്റുള്ളവർക്ക് സഹായകരമാണ്. അടുത്തതായി, ഇത് എനിക്ക് ആസ്വാദ്യകരമാണോ? ഒരു ഫലം കായ്ക്കുമ്പോൾ നാം എന്തിനാണ് കരയുന്നത്? ദുഃഖകരമായ ഒരു നാടകം കാണുമ്പോൾ കരയാത്തവർ പോലും തങ്ങളുടെ ഫലങ്ങൾ സ്നാനമേൽക്കുന്നത് കാണുമ്പോൾ കണ്ണുനീർ വാർത്തുപോകുന്നു. അത് വളരെ സന്തോഷകരമായ ഒരു അവസരവും സന്തോഷത്തിന്റെ ഉറവിടവുമായതുകൊണ്ടല്ലേ? അതുകൊണ്ടാണ് ഈ ഘടകങ്ങളെല്ലാം ഒരുക്കി ആരംഭിക്കാൻ പറയുന്നത്. എങ്കിലും ലക്ഷ്യം വലുതും തുടക്കം ചെറുതുമായിരിക്കണം. അതുകൊണ്ട് ഇയ്യോബ് അധ്യായം 8 നമ്മുടെ സുവിശേഷത്തിന്റെ തുടക്കം ചെറുതാണെങ്കിലും അതിന്റെ അവസാനം എന്തായിരിക്കും? അത് സമൃദ്ധമായിരിക്കും. അപ്പോൾ ഒരു തുടക്കം ഇത് നടക്കില്ല എന്ന അനുമാനത്തിലല്ല, മറിച്ച് ഇത് നടക്കും എന്ന വിശ്വാസത്തിൽ മുന്നോട്ടു പോകുന്ന പ്രവൃത്തിയാണ്. ആ വിശ്വാസത്താൽ അത് വിജയിക്കുക തന്നെ ചെയ്യും. തുടങ്ങാത്തവർ, മടിക്കുന്നവർ, പതറുകയും വൈകിക്കുകയും ചെയ്യുന്നവർ, ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാവാതെ മടിച്ചു നിൽക്കരുത്. എല്ലാവരുമേ ഇത് ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തയോടെ ആരംഭിക്കരുത്. ഇത് നടക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾ സംശയിക്കരുത്. പകരം ഇത് തീർച്ചയായും നടക്കും, ഇത് നിസ്സംശയമായും സംഭവിക്കും എന്ന ബോധ്യത്തോടെ തുടങ്ങുന്നതാണ് നല്ലത്. നമുക്ക് മത്തായി 24 അധ്യായം 13 വാക്യത്തിലേക്ക് തിരിയാം. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും പ്രസംഗിക്കപ്പെടാനായി നൽകപ്പെട്ടു. ഒടുവിൽ ലോകമെമ്പാടും എന്ത് സംഭവിക്കും? ഈ സുവിശേഷം സകല മനുഷ്യർക്കും പ്രസംഗിക്കപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ വേല നിറവേറും. ലോകവ്യാപകമായ ഈ രക്ഷയുടെ വേലയിൽ നാം എത്രത്തോളം പങ്കാളികളാകും? ഉറച്ച തീരുമാനവും ദൃഢനിശ്ചയവും കൊണ്ടു മാത്രം എല്ലാം തനിയെ സംഭവിക്കുകയില്ല. മർക്കോസ് അധ്യായം 1 യേശുവും അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച ശേഷം അവിടുന്ന് എന്താണ് ചെയ്തത്? പ്രസംഗമായിരുന്നു. അതുപോലെ പിതാവും മാതാവും ഓരോ ദിവസവും പ്രാർത്ഥനയോടും ഈ മനോഭാവത്തോടും കൂടെ തങ്ങളുടെ മക്കളുടെ രക്ഷയുടെ വേല ആരംഭിക്കുന്നു. മർക്കോസ് 1 അധ്യായം 35 വാക്യം. 1 അധ്യായം 35 വാക്യത്തിൽ പറയുന്നു, അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റു പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തു ചെന്ന് പ്രാർത്ഥിച്ചു. ശിമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്ന് അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോക, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു.
അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. അവിടുന്ന് അതിരാവിലെ പ്രാർത്ഥിച്ച ശേഷം തൊട്ടുപിന്നാലെ ചെയ്തത് സുവിശേഷ പ്രസംഗമായിരുന്നു. ആ ചെറിയ തുടക്കം ഇന്ന് വളരെ വ്യാപിച്ചതിനാൽ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ലോകത്തിൽ ചുരുക്കമാണ്. എന്നിരുന്നാലും പലർക്കും ദൈവത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളും നിയമങ്ങളും യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നില്ല. അതിനാൽ അവരുടെ അടുക്കൽ ചെന്ന് അവരെ ശരിയായി പഠിപ്പിച്ച് അവർക്ക് തിരിച്ചറിവ് നൽകി ദൈവത്തിങ്കലേക്ക് ശരിയായി നയിക്കേണ്ടത് നമ്മുടെ ദൗത്യമാണെന്ന് നാം വിശ്വസിക്കുന്നു.